ഇത് ഏലസ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഏലസ് എഴുതി കെട്ടുന്നതിൻ്റെ വിധി എന്താണ്? മന്ത്രവും ഏലസുകളും ഹദീസിൽ ഉണ്ടോ എന്നാണ്. സ്വഹീൽ ബുഖാരി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. സ്വഹീൽ ബുഖാരി എന്നത് ഇസ്ലാമിക പ്രമാണമായി ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകരിക്കപ്പെട്ട പ്രമാണമാണ്. ഇന്ന അസഹൽ കുത്തുബി ബാദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെയുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രബലമായത്, ഏറ്റവും സ്വീകാര്യയോഗ്യമായത് അത് സ്വഹീൽ ബുഖാരി എന്ന കിതാബാണ് എന്ന് കദിത്തഫക്കൽ അയിമ്മത്തു, മുഴുവൻ ദീനിൻ്റെ ഇമാമിയങ്ങളും മുസ്ലിം പണ്ഡിത ഇമാമിയങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്, യോജിപ്പിച്ചിട്ടുണ്ട് എന്നത് അവിതർക്കിതമായ കാര്യം. ആ കിതാബിൽ കിതാബു തിബ്ബ്, ചികിത്സയെപ്പറ്റി പറയുന്ന അധ്യായം എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. അതിൽ രണ്ട് വിധത്തിലുള്ള ചികിത്സയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഭൗതിക ചികിത്സ, മറ്റൊന്ന് ആത്മീയ ചികിത്സ. ഇമാം തുബറാൻ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ തന്നെ ഉണ്ട്, അലൈക്കും ബി ശിഫാഅൈനി അൽ ഖുർആനി വൽ അസലി എന്ന. നിങ്ങൾ രണ്ട് ശിഫയെ പിടിക്കുക. അലൈക്കും ബി ശിഫാഅൈനി, രോഗത്തിന് ശമനം നൽകുന്ന രണ്ട് മാർഗം നിങ്ങൾ അവലംബിക്കുക. ഒന്ന് തേനും മറ്റൊന്ന് ഖുർആനും. തേൻ എന്നത് ഒരു ഉദാഹരണമായി പറഞ്ഞതാ. തേൻ മാത്രം അല്ല, അതേപോലെ ഭൗതികമായി ഏതൊക്കെ പദാർത്ഥങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗിക്കാനുള്ള നിർദ്ദേശമാണത്. വൽ ഖുർആനി, ഖുർആനെയും നിങ്ങൾ രോഗശമനത്തിന് ഒരു സിദ്ധൌഷധമായി പിടിക്കുക എന്നാണ് ഹദീസിലുള്ളത്. എന്നുവെച്ചാൽ ഖുർആനിലെ ആയത്തുകളോ ചില സൂറത്തുകളോ ഓതി മന്ത്രിച്ച് ആത്മീയ ചികിത്സയുടെ മാർഗം സ്വീകരിക്കുക എന്ന. ഭൗതിക ചികിത്സയും ആത്മീയ ചികിത്സയും, ഈ രണ്ട് ചികിത്സാ രീതികളുമുണ്ട്. അങ്ങനെ കിതാബ് തിബ്ബ് ഇങ്ങനെ പരിശോധിച്ചാൽ കരിഞ്ജീരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, തേനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വേറെ പല ചികിത്സാ രൂപത്തെപ്പറ്റി പറയുന്നുണ്ട്, അവിടെ കൊത്തിവെക്കുന്നതിനെക്കുറിച്ച് കൊമ്പ് വെക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പുറമെ ഈ മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബാബുർ റുഖിയ, മന്ത്രത്തെക്കുറിച്ച് പറയുന്ന അധ്യായം എന്ന് ഈ കിതാബ് തിബ്ബിൽ നിരവധി തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. വിഷബാധയേറ്റ ഒരു വ്യക്തിക്ക് സ്വഹാബികളോട് മന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ച് അത് പൂർണ്ണമായി സുഖമായി. അങ്ങനെ ഒരു വിഷബാധയേറ്റ് ജീവൻ മരണ പോരാട്ടത്തിൽ കടന്നിരുന്ന വ്യക്തിയാണ് എന്ന് തോന്നാത്ത വിധത്തിൽ ഒരു അസ്വസ്ഥതയും ഇല്ലാതെ പൂർണ്ണ സ്വസ്ഥതയിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് ഓടിച്ചാടി നടക്കുന്ന അവസ്ഥയിലേക്ക് ഈ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചത് കാരണത്താൽ ഉണ്ടായി എന്ന് സ്വഹീൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ രോഗശമനത്തെക്കുറിച്ച് പറയുന്നൊരു വാചകവുമില്ല. അത് അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ് പ്രകീർത്തിക്കുന്ന വചനങ്ങളാണ് ആദ്യ ഭാഗങ്ങളിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള അള്ളാഹുവേ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന നേർവഴിയിൽ ഞങ്ങളെ നീ നിലനിർത്തി തരണമേ എന്നാണ് ആ വാക്കിൻ്റെ അകത്തുക. അഥവാ സിറാത്തുൽ മുസ്തഖീം എന്ന ഇസ്ലാമിക വഴിയിൽ തന്നെ അടിയുറച്ച് നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടൽ മാത്രമേ സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളൂ. എന്നല്ലാതെ ഈ രോഗിയുടെ രോഗം സുഖപ്പെടുത്തണേ എന്നോ ഈ വിഷബാധ നീക്കണേ എന്നോ ഒരാശയം അതിൽ വരുന്നേയില്ല. പിന്നെ എന്താ ഈ 7 ആയത്തുള്ള സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യലോടെ ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ് ഈ മന്ത്രിച്ചിരുന്ന റാഖി എന്ന ഹദീസിലുണ്ട്. അദ്ദേഹം ഇത് മന്ത്രിക്കലോട് കൂടെ ഈ ആളുടെ രോഗം പൂർണ്ണമായി സുഖമാകുകയും അദ്ദേഹത്തിന് ഏറ്റ വിഷം നീങ്ങി അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തത് അത് ഖുർആനിൻ്റെ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പ്രത്യേകതയാണ്. ഇതേപോലെ മറ്റ് പല ദിക്റുകളും മന്ത്രത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ആ മന്ത്രങ്ങൾ ഈ വ്യക്തിയുടെ രോഗവുമായി ഒരു പക്ഷേ ബന്ധമുള്ളതാകണമെന്നില്ല. പക്ഷേ ആ ദിക്റിൻ്റെ പ്രത്യേകതയാണ്, ആ ഖുർആൻ വചനങ്ങളുടെ സൂറത്തിൻ്റെ പ്രത്യേകതയാണ്. അതിന് അള്ളാഹു നൽകിയിട്ടുള്ള ഓരോ ഖുസൂസിയത്ത് ആണത്, അതിൻ്റെ ബർക്കത്താണത്. അതുകൊണ്ട് ഇസ്ലാമിൽ പ്രമാണങ്ങളിലൊക്കെയും ഇതേക്കുറിച്ച് വ്യക്തമായി വന്നിട്ടുണ്ട്. അതിനാൽ മന്ത്രം ഇസ്ലാം അനുവദിച്ച രൂപമാണ്. പക്ഷേ അതൊക്കെയും ഇസ്ലാമികമായ മന്ത്രത്തെക്കുറിച്ചാണ്, ശിർക്കിൻ്റെ മന്ത്രത്തെക്കുറിച്ചല്ല. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അതായത് ഈ ഏലസിൽ എഴുതുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ ആണ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു ഏലസ് ഇപ്പോൾ അരയിലോ അല്ലെങ്കിൽ കഴുത്തിലോ കയ്യിലോ എവിടെ കിട്ടിയാലും ഇയാൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഈ സാധനം വഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇങ്ങനെ വഹിച്ചുകൊണ്ട് ബാത്റൂമിൽ പോകാൻ പാടില്ല എന്ന് കേട്ടു. പക്ഷേ ഏലസിൽ എഴുതപ്പെട്ടത് ഖുർആനിൻ്റെ നേരെ വചനങ്ങളാണെങ്കിൽ തന്നെ അത് ഉള്ളിൽ അടക്കി ഭദ്രമാക്കപ്പെട്ട് അതിൻ്റെ പുറമെ കവർ ചെയ്യപ്പെട്ടതിനാൽ അത് മസ്തൂർ, മറക്കപ്പെട്ടതാണ് എന്ന അടിസ്ഥാനത്തിൽ അതും ചുമന്നുകൊണ്ട് ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല, അനുവദനീയമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്.